ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ യേശുമ്പുരാൻ. ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഇത് ഓർക്കും കേൾക്കുന്നവരോർക്കും ഈ ക്രിസ്ത്യാനികളോട് മാത്രമാണ്. യേശു എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക, ലോകരക്ഷകൻ എന്ന ഒരു മതത്തിൻ്റെ ദൈവമെങ്കിൽ വേറെ എല്ലാ ദൈവത്തിനും ഇന്ന മതത്തിൻ്റെ ദൈവം എന്ന് എഴുതിയേക്കണേ. യേശുവിനെ മാത്രം, യേശു മതം ഉണ്ടാക്കിയിട്ടില്ല. യേശു ജനിച്ച ജാതി യേശുവിനെ പുറത്താക്കി യേശു ദൈവപുത്രനല്ലെന്നും പറഞ്ഞ് നമുക്ക് ക്രൂശി മരിച്ച കഥയൊക്കെ കഴിഞ്ഞ ദിവസം പെസഹായും ഇതൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ യേശു അപ്പം മറ്റ് ജാതികളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പിതാവായ ദൈവം യേശുവിനെ ദാനം ചെയ്തു. അപ്പം ആ അനുഗ്രഹത്തിലേക്ക് നമുക്കെല്ലാം കിടക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വാഴട്ടെ കേട്ടോ. അപ്പോൾ ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവ് നമ്മളീ വാഴുമ്പോൾ നമ്മൾ ലോകത്തിൽ ഉന്നതരം ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകും. എല്ലാവരും ഓർക്കും ചുമ്മാ കാണാണ്ട് ലോകത്തിൽ ഉന്നതരം ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകണം. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വാഴും ഏത് മനുഷ്യനും അങ്ങനെയാവും. യേശുവിൻ്റെ സ്വഭാവമുള്ളവൻ ലോകത്തിൽ ഉന്നതനം ക്രിസ്തുയേശുവിൽ പ്രശസ്തമാകും. സങ്കീർത്തനം 91:14-16 പറയുക, കർത്താവ് പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിയിരിക്കും. അപ്പോൾ ദൈവത്തിനോട് പറ്റിയിരിക്കണം. ദൈവത്തിനോട് പറ്റിയിരിക്കണമെങ്കിൽ യേശു യേശു യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. വചനം വായിക്കണം, വചനം പാലിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞാൽ വചനം ധ്യാനിക്കണം. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ യേശു എന്ന നാമത്തെ അറിയുന്നവൻ അറിയണം അതെന്നാണ്. അവനെ ഞാൻ ഉയർത്തുമെന്ന് ദൈവം വാഗ്ദത്തം നൽകുക. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരില്ല. അപ്പോൾ ദൈവത്തിന് അടുപ്പമുള്ളവന് ഈ ദൈവത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വർത്തമാനം പറച്ചിലാണ്. പാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന പണ്ട് വല്ല കക്കലും പിടിക്കലും അല്ലെങ്കിൽ വ്യഭിചാരം ഇതിനൊക്കെ പാവുന്നത്. അതല്ല, ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ പാവം എന്ന് പറയുന്നത്. ദൈവത്തിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതിന് ജീവനുള്ള മനുഷ്യർ, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവർ മരിച്ച മനുഷ്യർ. അപ്പം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരില്ല. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. ആമേൻ. ആ യേശുവിനെ നമുക്ക് തന്നത് ആ പിതാവായ ദൈവമാട്ടോ. ദീർഘായുസ് കൊണ്ട് ദൈവം നമുക്ക് തൃപ്തി വരുത്തും. ദൈവത്തിനാട്ടോ നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് തൃപ്തി വരുത്താൻ പറ്റുള്ളൂ. തൃപ്തി തന്നെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലല്ലേ എല്ലാം ഇരിക്കണം. വേണ്ടോളം തന്ന് തൃപ്തി വരുത്തട്ടെ എൻ്റെ അപ്പാ, സ്തോത്രം. അപ്പം ആ യേശുവിനോട് പറ്റിയിരിക്കുക. അപ്പോൾ ഇന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ് ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ. ആദ്യമായിട്ട് യൂട്യൂബ് കാണുന്നവരൊന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഫേസ്ബുക്ക് ആക്കി ഒന്ന് ഫോളോ ചെയ്തേ. ഇൻസ്റ്റ ആക്കി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ യേശുമ്പുരാൻ അതിന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൂടാണ്ട് ഗിഫ്റ്റ് വോച്ചർ 1000 റുപ്പീസിൻ്റെ നിങ്ങൾക്ക് നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കേണ്ട ആർക്കാണ് കിട്ടണമെന്ന് വെച്ചാൽ 3 പേർക്ക് കിട്ടും. പിന്നെ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഗോൾഡ് സ്കീമിൽ കൂടുക. ഇനിയിപ്പം നമ്മൾ സ്വർണ്ണം ഇട്ടില്ല, പിള്ളേരിട്ടില്ല, ഇതൊരു ലിക്വിഡ് അസറ്റായിട്ട് കരുതുക. നമുക്ക് ഇടുകയും ചെയ്യാം, അത് സേവ് ചെയ്യുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിട്ടാലും കേരളത്തിൽ സ്വർണ്ണം ഇട്ടാലും ഇട്ടില്ലെങ്കിലും സ്വർണ്ണത്തിൻ്റെ വില കുറയില്ല. സ്വർണം ഒക്കെ ഇങ്ങനെ ഈ ലിക്വിഡ് അസറ്റായിട്ട് ലോകം അപ്പടി അംഗീകരിച്ച് അങ്ങനെ ഏതാണ്ടൊക്കെ സംഭവത്തിയിട്ട് സ്വർണം മാറിപ്പോയി. ഇൻ്റർനാഷണൽ സംഭവമായി. അല്ലെങ്കിലും ഫോറിൻകാരും സ്വർണ്ണം ഇട്ടിട്ടാണ് ഈ വില വന്നത്. അപ്പോൾ നമ്മൾ ഞാൻ സ്വർണ്ണം ഇടില്ല, ഇനിയിപ്പോൾ ആരും ഇടുന്നില്ല, അപ്പോൾ വില താഴും. അതൊക്കെ വെറുതെ ഞാനങ്ങനെ ഓർത്തിരുന്നു, എൻ്റെ ഒത്തിരി കാശ് പോയതാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഒരു സ്കീമിൽ കൂടെ അത് ഭയങ്കര ബെനിഫിറ്റ് കിട്ടും കേട്ടോ. ഞാനിനി സ്കീം കൂടിയവർ സ്വർണ്ണം എടുക്കാൻ വരുമ്പോൾ എല്ലാവരുടെയും സ്കീമിൽ അവർ ഇട്ടേക്കണ കാശ് അവർക്കിപ്പോൾ കിട്ടിയ പ്രോഫിറ്റും എല്ലാം ഇട്ട് വീഡിയോ പിടിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ, ടൈലറിങ് എല്ലാം യൂസ് ചെയ്യുക. എല്ലാ ബ്രാൻഡ് കമ്പനികളാണ്. ബ്യൂട്ടി പാർലർ മുടിയെല്ലാം കരാട്ടം ചെയ്തിടുക, നമ്മളെ തന്നെ ഒന്ന് സുന്ദരികളാക്കുക. പിന്നെ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്ത ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്തമാനം പറഞ്ഞാലേ മറന്നു പോകും. അത് കാരണം കുർത്തയുടെ അടിപൊളി നല്ല ഹാൻഡ്ലൂം കോട്ടണിൽ ഇത് ഒഴികെ സൂപ്പർ വർക്ക് കേട്ടോ. ഇത് കയ്യിൽ ഇങ്ങനെ റണ്ണിങ് അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ താഴെ വരെയുണ്ട്. നല്ല അടിപൊളി കുർത്ത. വലിയ വിലയില്ല കേട്ടോ. ഇത്രയും വർക്കൊക്കെ ആയിട്ടും ലൈനിങ് ഇല്ല, പോക്കറ്റൊക്കെ ഉണ്ട്. ബാക്കിങ് 1499 രൂപയുള്ളൂ. ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ, വെറും 1499 എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ കമൻറ്റും കൊണ്ട് കിടക്കണ്ട. ഞാൻ ഈ വെറും അതൊക്കെ പണ്ട് മുതൽ ഈ 30 വർഷം കട തുടങ്ങുമ്പോൾ അന്നേരം അവരിങ്ങനെ പറയണേ. ഇനി അത് പെട്ടെന്ന് എന്നാ പട്ടിയുടെ പാല് ഏതാണ്ട്
കോലിലിട്ടാലല്ല കുടത്തിലോ കുഴലിലിട്ടാൽ മാറൂലെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഇനി അത് മാറ്റണേ ഭയങ്കര പാടാണ്. അപ്പം മീഡിയം തൊട്ട് ഇത് മീഡിയം തൊട്ട് 3XL വരെ കേട്ടോ. ലൈലാക്ക് 3XLൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പാറ്റേൺ ആകുമ്പോൾ വണ്ണം തോന്നിക്കില്ല. നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട്. ഇട്ടാലും നല്ലതാട്ടോ. ഞാൻ കുർത്തയിട്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുർത്തയിട്ടിട്ട് ഷോൾ ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഞാൻ പിന്നെ ടൂർ പോയപ്പോൾ കാശ്മീർ പോയപ്പോൾ കുർത്ത ബ്ലാക്ക് കുർത്ത എടുത്തു. കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ കുർത്തയായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നല്ല സൈഡ് ഓപ്പൺ, നല്ല ഹാൻഡും, വാഷ്ഡ് ഹാൻഡും, പക്ക നല്ല സൂപ്പർ ഹാൻഡും സ്റ്റഫ് കോട്ടൺ എന്നാണ് പറയണേ. അതിലാണ് വർക്ക് വന്നേക്കണേ. അതിൻ്റെ 3 കളർ അല്ലേ. ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ്. ചുവപ്പ് മാത്രമാണോ അതോ ബോട്ടം ഉണ്ടോ? ബോട്ടം ഉണ്ട് കേട്ടോ. ഒരു സിൽക്ക് മെറ്റീരിയലിൽ കയ്യിൽ എംബ്രോയ്ഡറി ഉണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയറിന് നല്ല പറ്റിയൊരു പീസ് ചാട്ട്. ഇതിൻ്റെ ഇത് അടിപ്പൊക്കെ നോക്കി നല്ലൊരു ഒരു പലാസോ പാൻറ്റും ഉണ്ട് കേട്ടോ. ഇപ്പം പിള്ളേരൊക്കെ സാധാരണ അല്ലല്ലോ തയ്ക്കണത്. ഇപ്പം ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെ കുഞ്ഞൂന് ഇങ്ങനത്തെ പാറ്റേണൊക്കെ അടിക്കണം. കുഞ്ഞൂന് കുറേ കുഞ്ഞുടുപ്പേ ഉള്ളൂ എവിടെയെങ്കിലും പോകാൻ, അല്ലെങ്കിൽ സാരി. ഇങ്ങനത്തെയൊക്കെ സ്ലീവ്ലെസ് അടിച്ചാലേ കുഞ്ഞൂന് ചെയ്തോളൂ. 1399. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ബാക്കി ഇങ്ങനെ ഇലയിനാട്ടോ, ഫ്രണ്ട് മാത്രം ഇങ്ങനെ നല്ല വെറൈറ്റി പാറ്റേണില്. സ്മോൾ തൊട്ട് 3XL വരെ 1399. നല്ലതാട്ടോ. നല്ലൊരു ഫങ്ഷൻ വേറെ ഒരു സോഫ്റ്റ് ഈ ചന്തഗിരിയൊക്കെയാണ്. ചന്തഗിരിയല്ല. ഒരിച്ചിരി സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ ഇപ്പം എന്നെ കുഴപ്പമുള്ള അതൊക്കെ ലേറ്റസ്റ്റ് ഫാഷൻ അല്ലേ. മംഗ്ലീഷാണ് ഓർത്താൽ മതി. ഇതിങ്ങനെ ഈ അതിൻ്റെ കാലേ വർക്കുണ്ടോ ഇതിന്? അല്ല അല്ലേ. ഇതിൻ്റെ കൈ പ്രത്യേകതയാട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമാട്ടോ. ഇങ്ങനെ വീതിയിൽ വർക്ക്. നമുക്കിനി ഇത്രയും വീതി ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് കുറച്ചാൽ മതി. ഇങ്ങനത്തെ ഒത്തിരി വന്നിട്ടുണ്ട് കാലേലും കയ്യേലും ഇങ്ങനെ വർക്കൊക്കെ ഉള്ള. 1399. നല്ല സെറ്റാണ്. മീഡിയം തൊട്ട് 3XL വരെ 1399 വർക്ക്. അല്ല ഒരു കളറുള്ളോ? ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആട്ടോ. ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് അല്ലേ ഞാൻ എടുത്തായിരുന്നേ ടൂർ പോയപ്പോൾ. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് അല്ലേ. 550 കേട്ടോ. പലാസോ പാൻറ്റും എടുത്തു. നല്ലതായിരുന്നു. നല്ല വീതിയുള്ള ബ്ലാക്ക് പലാസോ പാൻറ്റും ഇങ്ങനത്തെ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ യോക്കിൽ വർക്കുള്ള. അതെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ മെറ്റീരിയലൊക്കെ ഇതായിരുന്നു. മീഡിയം തൊട്ട് 3XL വരെ എത്ര? 550. പക്ഷെ എൻ്റെ വില കൂടിയതായിരുന്നു അല്ലേ. തുണി വ്യത്യാസം വന്നത് 700. അയ്യോ, ആ ടോപ്പിന് മാത്രമോ? തമ്പുരാനെ. ഈ പെണ്ണുങ്ങളൊക്കെ ബില്ലടിക്കാൻ ഏറ്റവും വില കൂടിയത് നോക്കി എന്നെ കൊണ്ട് പിടിപ്പിച്ചു. അതാണ് ഞാൻ എടുത്തത്. 550 മതിയാണ്. പിന്നെ ഇടൂല്ലല്ലോ. ദൈവമേ, ഞാൻ അറിഞ്ഞു പോലുമില്ല. കയ്യേൽ വർക്ക് ഇങ്ങനെയുണ്ട്, ലേസ് വർക്കുണ്ട്. ഇതൊക്കെ ഈ മൽച്ചന്തേരിയിലാട്ടോ. ടോപ്പിൽ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ വീനൊക്കെ ബോട്ടത്തിൻ്റെ അടിയിലും വർക്കുണ്ട് കേട്ടോ. ബോട്ടമൊക്കെ ഒരു പാരൽ പാൻ്റാണ്. ബാക്കിൽ എലാസ്റ്റിക്കും, ഫ്രണ്ടിൽ ഇത്. ഫ്രണ്ടിൽ നമുക്ക് ടൈറ്റ് ആക്കാം കേട്ടോ. ഇത് ഞാൻ മറന്നുപോയി. ഈ പലാസ പാൻ്റ് ഇട്ടപ്പോൾ ഈ ടൈറ്റ് ആക്കണ കാര്യം. ഇവിടെ എനിക്ക് ലൂസായിട്ട് ഞാൻ വലിച്ചുകൊണ്ട് നടക്കുക. ഇവിടെ മുക്കാൻ പറ്റില്ല. ഇത് മുറുക്കണതല്ലേ ഇത് അല്ലേ? ആ മുക്കായിരിക്കും. എൻ്റെ ആ ബ്ലാക്ക് മുക്കാറുന്നു പലാസോ പാൻ്റ്. എത്രയാ? 1399 ഉള്ളൂ കേട്ടോ. നല്ല സിൽക്ക് സെറ്റ്. മൽച്ചന്തേരിയുടെ ആണ്. 1399 ആണതേ. ഫങ്ഷൻ വെയറിന് യൂസ് ചെയ്യണതാ. നല്ല സിൽക്ക് മെറ്റീരിയലിൽ. ഇതിൻ്റെ 2 കളറേഴ്സ് ഉണ്ട്. ഈ വിലയ്ക്കൊക്കെ 13 ഉള്ളൂ. 13 ഇതൊക്കെ നല്ല ലാഭമല്ലേ. അവരെന്നെ ലൈനിങ് ഇടാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നിനും ലൈനിങ് ഇല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ലൈനിങ് ഇല്ലാത്ത.
യൂസ് ആൻഡ് ത്രോ ഒക്കെ ആയിരിക്കും. ലൈനിങ് ആക്കി ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യുമെന്നല്ലേ പറയണത്. ആ ഈ ഷോള് പിന്നെയും വന്നിട്ടുണ്ട്. ഈ തവണ നല്ല കളറാണ്, പെട്ടെന്ന് നോക്കാൻ. ടാസിൽസ് ഒക്കെ അടിയിലുണ്ട്, ഇതുണ്ട്. ഇച്ചിരി പ്രത്യേകത ഉണ്ട് കഴിഞ്ഞ ഓണത്തെക്കാലം. ഇങ്ങനത്തെ അല്ലായിരുന്നല്ലോ, അടിയിൽ ഇതിലായിരുന്നു, സൈഡിൽ. എത്രയാ? ഒരേ തവണ ഒരു എന്തെങ്കിലും പ്രത്യേകതയാണ്. അടിപൊളി കളർ അല്ലേ? റെഡ് സാരി എടുക്കണം. ഒരിക്കണ റെഡ് സാരി, ഇങ്ങനെ സാരി എടുക്കണല്ല, തോലും ഇരിക്കണേ. എപ്പോഴാണ് ഉടുക്കണേ? റോസ് സിൽക്കിൻ്റെ ഒരു റെഡ് ഉണ്ട്. മനുഷ്യന് ആരും വേഗം കല്യാണം വന്നെങ്കിൽ രസമായിരുന്നു. കുറേ കസിൻസ് ഉണ്ട്, അവരൊക്കെ കെട്ടാണ്ട് എന്നെ ചിക്കണം. യെല്ലോ അടിപൊളി അടിപൊളി സംഭവം. ഗ്രീൻ അടിപൊളി കംപ്ലീറ്റ് സൂപ്പർ. ഇത് ഒറിജിനൽ മൊഡാലാട്ടോ. ഇതിൽ ബാന്തിനി ഷോളാണ്, ഒറിജിനൽ മൊഡാൽ ഷോള് ബാന്തിനി. ഇത് പെട്ടെന്ന് തീരൂട്ടോ. അപ്പോൾ ഈ കളർ എനിക്കില്ല അല്ലേ? ഇപ്പോൾ ചുരിദാർ ഇതെനിക്ക് ശരിക്കും ചേർന്ന കളറല്ലേ? എനിക്കിപ്പോൾ ഇല്ലാത്ത കളർ നോക്കി കിടക്കും. എല്ലാ കളറും സെയിം എടുക്കുമെന്ന് പറഞ്ഞു. ആ സൈസ് ഒരു സാരി ഉണ്ടായിരുന്നു, സിൽക്ക് മാർക്ക് എക്സിബിഷൻ മേടിച്ചതാണ്. ഒന്നും എടുത്തു, പിന്നെ അത് എടുത്തു വെച്ചു. പിന്നെ ഡ്രൈ വാഷ് ചെയ്തോന്ന് അറിയാൻ പാടാം. വേറെ അനിലയുടെ കല്യാണത്തിന് പോയപ്പോൾ കാറിൽ കയറിയപ്പോൾ ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു ഒച്ച കേട്ടു. നോക്കിയപ്പോൾ ഇരുന്നിടം പിഞ്ചി, എവിടെയോ മറിച്ചൊക്കെ എന്താണ് എഴുന്നേക്ക് തുടനയുടെ എല്ലാം പിഞ്ചി. സാരി ഫുള്ള് പിഞ്ചി പോയി. ഭംഗി ഓർമ്മ അത് കൊടുത്തിട്ട് ഞാൻ തന്നെ പറയണേ കേട്ടോ, എല്ലാവരും പറഞ്ഞാറുണ്ട്. നല്ല കളറ്, ബ്രിക്ക് കളർ. ഇപ്പം ഞാൻ ആ കളർ സാരി എടുക്കുന്നത് എനിക്ക് ഒരെണ്ണം നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ കളർ കൊണ്ടുപോയി ഡൈ ജയിലാണ് എൻ്റെ തൊഴിൽ. ഇനി ഡൈ ജയിലിൽ നിന്ന് നിർത്തി, എനിക്ക് ഇങ്ങനെ തൃപ്തി വന്നില്ല. ഡൈ ചെയ്തിട്ട് സാധനം കിട്ടുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കണേ ആ സൗന്ദര്യം വന്നില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നേരിട്ട് കണ്ട് നല്ല റെഡിഷ് മറും അവർ 90% ശരിയാവുള്ളൂ എന്ന് പറയും ഡൈ ചെയ്യുന്നവരെ. നമുക്കൊരു ബ്ലാക്ക്, ഈ കളറൊന്നും എനിക്കിപ്പോൾ ഇല്ല അല്ലേ? അടിപൊളി. ഇതെടുത്തിട്ട് മൊഡാലിൻ്റെ പ്ലെയിനൊക്കെ എടുത്താൽ മതി. 4000 രൂപയുടെ എടുത്താൽ മൊഡാലിൻ്റെ സെറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പൊക്കെ നമ്മുടെ റണ്ണിങ്ങിൻ്റെ അത്രയും നല്ലതല്ല. നല്ല ബോട്ടിൽ ഗ്രീൻ ടോപ്പ് മാത്രമാണോ? ഇത് നല്ല ഈ മൽബറി സിൽക്കൊക്കെ നല്ല സിൽക്കാട്ടോ. നല്ല ഡോളോ സിൽക്ക്, മൽബറി സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ അവർ പറയണേക്ക് ഞാൻ പറയണു. ഇതെല്ലാം ബോംബെ കുർത്തകളാണ്. താഴെ ആട്ടോ സ്ലിറ്റ് വന്നേക്കണേ, ഇച്ചിരി താത്തിയാണ്. എല്ലാത്തിനും പോക്കറ്റും കാണും. നല്ല കളറല്ലേ? 999, ലാർജ് തൊട്ട് 3XL വരെ 999 ആണ്. ബാക്ക് ഇങ്ങനെ, ഫ്രണ്ടിൽ ഇത് നല്ല വർക്കും ഉണ്ട്. നല്ല ഒരു ബോട്ടോ ഷോളും അല്ലെങ്കിൽ ഒരു ബേജ് കളർ പാൻറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. വർക്കുള്ള പാൻറ്റൊക്കെ ഇട്ടാൽ ഫങ്ഷനെ 2 കളറുള്ളോ. ഈ ഷോൾ നമ്മൾ കാണിച്ചിട്ട് ഒത്തിരി കാലമായി. നമുക്കെപ്പോഴും നേരത്തെ റീസ്റ്റോക്ക് വന്ന ഷോളായിരുന്നു. 499 സിൽക്കിൽ ബ്ലോക്ക് പ്രിൻ്റൊക്കെ ആയി. നല്ല സൂപ്പർ സിൽക്ക് മെറ്റീരിയലാണ്. 499 രൂപയുള്ള. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ഒത്തിരി കാലം കൂടി ഇത് വന്നെ. വരുമ്പോൾ എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് അടിക്കണതാണ്. 499. നല്ലതല്ലേ? ആ കാശ്മീരിന് ടൂറിൽ പോകണം കേട്ടോ. പൊന്നെ കാശ്മീരിലെ കഥ പറഞ്ഞില്ലല്ലോ. കാശ്മീരിന് അത് അവസാനം പറയാം അല്ലേ, അല്ലെങ്കിൽ തെറ്റി കുഞ്ഞു കിടക്കില്ല. അവസാനം പറയാം കേട്ടോ. കുറേശ്ശെ ഓരോ ദിവസത്തെ കാര്യം പറയാമേ.
ഗ്രീൻ. ഇപ്പം വേണ്ടവർ കേട്ടാൽ മതിയല്ലോ. പച്ച, ലൈറ്റ് പച്ച, പിന്നെ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ബ്ലൂ, സൂപ്പർ ബ്ലൂ, ലൈറ്റ് ആട്ടോ. 2 പ്രിൻ്റ് കൂടെ ഒന്നിച്ചെടുത്തോ. 2 കെട്ടായിരുന്നു. ആദ്യം കാണിച്ചത് പ്രിൻ്റ് വേറെ. ഒരൊറ്റ ഇടി വെച്ച് തരാം. സെയിം വിലയാണ്. 2 പ്രിന്റിന് ഡിഫറൻസ് ഉണ്ട്. 2 വീഡിയോ കാണിക്കാൻ ഒന്നാമത് ഷോള് കിട്ടാനില്ല. ഡിഫറൻസ് ഓരോ വീഡിയോ സെറ്റ് ചെയ്യണ കാര്യം എനിക്കറിയാവും. ഞാൻ കഷ്ടപ്പെട്ട് 2 വീഡിയോയ്ക്ക് ഡിഫറൻറ്റ് ഇതെടുത്തോണ്ട് എല്ലാം കൂടെ ഒറ്റ അടിക്ക് തീർത്തു. 499. നിങ്ങൾക്ക് വല്ലതും അറിയണോ? വീഡിയോ പിടിക്കാൻ നിങ്ങൾ കൊണ്ടുവച്ചാൽ മതി. ഇത് തേടി പിടിച്ച് കൊണ്ടുപോകുന്ന കാര്യം ഒരു വലിയ എൻ്റെ പിടിക്കല്ല കേട്ടോ, യേശുവിൻ്റെ കൃപയാണ്. 499. ഇതൊന്ന് നോക്കിക്കേ, അടിപൊളി. ഇതിൻ്റെ വേറെ മുഖച്ചായുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വിറ്റ് തീരണേ കേട്ടോ. നല്ല മൽക്കോട്ടനിൽ സെൽഫ് ഇങ്ങനെ ഒരു പ്രിൻറ്റും ഉണ്ട് കേട്ടോ. സെൽഫ് ഇങ്ങനെ ഒരു പ്രിൻറ്റും ഉണ്ട്. ഇതിൻ്റെ രസം ബാക്കിൽ എംബ്രോയ്ഡറി ഉണ്ട്, ഫ്രണ്ടിൽ ഇങ്ങനെയുണ്ട്. ലൈനിങ് ഒന്നിനും ഇല്ല കേട്ടോ. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ആ സെയിം തുണിയുടെ കേട്ടോ. സെൽഫ് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാമായിരിക്കുമല്ലോ അല്ലേ. 1499 ഉള്ളൂ കേട്ടോ. ഇതിട്ട് നമ്മളിങ്ങനെ കനമില്ലാത്ത ഇതുപോലെ ഇരിക്കും. ഒട്ടും കനയില്ല, ഇടാൻ ഭയങ്കര സുഖമാണ്. ഇപ്പം ലൈനിങ് ഒന്നും ആൾക്കാർക്ക് കംഫോർട്ട് ആക്കണം. നിഴലടിക്കും, ആരെങ്കിലും എന്തെങ്കിലും കാണുമോ, അതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആരും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയില്ല, ആരും നമ്മളെ മോശമായിട്ട് സമീപിക്കുകയില്ല. നമ്മൾ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുക. എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം. എനിക്കിപ്പോൾ കുർത്ത ഇടാൻ എനിക്കിതിലാണ് കൂടുതൽ കംഫോർട്ട്. അത് കാരണം ഞാനിത് ഇടണേ. അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് പറയണോ മനുഷ്യനോട് ആലോചന ചോദിച്ചോടുള്ള കാര്യങ്ങൾ അപ്പടി നമുക്ക് പൊട്ടത്തരങ്ങളായിരിക്കും കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കുന്ന നമുക്ക് കംഫോർട്ടുള്ള ഡ്രസ്സുകൾ നമ്മളിടുക. ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്ന കേട്ടോ. ഇതിൻ്റെ എല്ലാ കളർ ചാർട്ടും വന്നിട്ടില്ലേ. ഇത് ഭയങ്കര രസമാട്ടോ. ഈ കുർത്തയിൽ ഏറ്റവും അധികം നമ്മൾ വിൽക്കണ സെറ്റെന്ന് പറയാം. കാരണം ഇത് ഇടുമ്പോൾ എല്ലാവർക്കും നല്ലത്. എല്ലാവരും ഫങ്ഷൻ വെയറിന്. ഇത് ബോട്ടത്തിൻ്റെ അടി വർക്കുണ്ട്, ടോപ്പിൻ്റെ കയ്യേൽ വർക്കുണ്ട്, ലേസ് വർക്കുണ്ട്, ടോപ്പും എല്ലാം നല്ല ഷെയ്ഡുകൾ. എത്രയാ? 1599 ആട്ടോ. നല്ല സെറ്റാണ്. ഇത് പീസായിട്ട് പാനൽ കട്ടിങ്ങിലാണ് ഇത് തയ്ച്ചേക്കണതും. ഇടുമ്പോഴും നല്ല കംഫോർട്ടാണ്. യെല്ലോ മൽക്കോട്ടനൊക്കെ ഈ ഫങ്ഷനായിട്ട് ഇടാട്ടോ. നമ്മളവർക്ക് സിൽക്ക് തുണി വേണമെന്നോ ജോർജറ്റ് ക്രേപ്പ് വേണമെന്നൊക്കെ. ഇപ്പം അതിലൊക്കെ മൽച്ചന്തേരി അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡി മെറ്റീരിയൽ. എല്ലാം 600 സ്റ്റാർട്ടിങ് മീറ്ററിന്. ഇത് മൽക്കോട്ടൻ. അപ്പോൾ ഇപ്പോൾ കാലം പെട്ടെന്ന് മാറും. ഈ വർഷം ഇന്നതാണെങ്കിൽ അടുത്ത വർഷം വേറെ. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റൂല എന്തിലേക്കാണ് ലോകം പിറ്റേ ദിവസം ഓടണതെന്ന്. പീച്ച് കളർ അടിപൊളി കുർത്തകളാട്ടോ. ഇത് ഈ ഇങ്ങനെ പേസ് ചാർട്ടിൻ്റെ ഇത് എന്നോട് എടുത്തുകൊണ്ട് വരാൻ എപ്പോഴും പറഞ്ഞ കേട്ടോ. ഞാൻ അതിൻ്റെ ഇതിനെത്ര ഇതിന് നീളം ഇച്ചിരി കൂടുതൽ വരുന്നേ. ഇത് 230. ഇതിൻ്റെ 199 ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡാർക്ക് ഷെയ്ഡാണ്. അത് പിന്നെ കാണിക്കാം. ഇത് കണ്ടോ, നല്ല നീളമുണ്ട്. ഈ കെട്ടിയാട്ടോ വെച്ചേക്കണം. ഇതെല്ലാം ഇതിലാണ് ഞാൻ പേസ്റ്റ് കളർ കിട്ടുള്ളതേ കണ്ടോ. പണ്ടിതിറങ്ങിയ കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട ഒരു കൊച്ചു ചുരിദാർ ഇട്ടിട്ട് ഇതും കൈ പിടിച്ചുകൊണ്ടിരുന്നത്. ഇതെന്നെ ഇവിടത്തന്നെന്ന് ആർക്കും അറിയാൻ കൊള്ളായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ വരുമ്പോൾ. എത്രയോ കാലമായല്ലേ ഇതിങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ തന്നെ എല്ലാ സെറ്റിലും ഇങ്ങനെ ഷോൾ ഇതായിരുന്നു. ഇപ്പം ഈ ഷോൾ ജന്മത്തിൽ കീറൂല. അമ്മ അയക്കണമെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ആരോഗ്യമില്ല കേട്ടോ. ഇതൊന്നും ഇത്രയും വലിച്ചു മുറുക്കി അവർ കെട്ടിയേക്കണേ. ഈ സാധനം എനിക്ക് കീറിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കാനാണ്? നമ്മൾ സാധനങ്ങളെല്ലാം നന്നായിട്ട് സൂക്ഷിക്കുക.
അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ട് അത് കീറിപ്പോയി ഇത് കീറിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ എന്നേലും കംപ്ലൈൻറ്റുമായിട്ട് തിരിച്ച് ഞാനും മേടിച്ചെടുത്ത് കൊടുക്കുകയെന്ന് വെച്ചോ. ഒരു ചുരിദാർ സെറ്റാണ് കീറിയെന്ന് പറഞ്ഞാൽ അവരെന്നോട് അതിൻ്റെ വിൽക്കാത്തൊരു കെട്ടെടുത്ത് നിന്നിട്ട് കീറി കാണിക്കാൻ പറയും. അപ്പോൾ ഞാൻ വലിച്ച് കീറിയാലും കീറില്ലാത്തത് എങ്ങനെ കീറിയെന്ന് എന്നോട് ചോദിക്കും. അങ്ങനെയൊക്കെ അല്ലാണ്ട് നമ്മൾ പറഞ്ഞാൽ ഒന്നും തിരിച്ചെടുക്കൂല. ഇതിൻ്റെ യോക്കി മാത്രം വർക്ക്, നല്ല സിൽക്ക് മെറ്റീരിയൽ, ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ബാക്ക് ഇങ്ങനെ ടോപ്പ് മാത്രം കേട്ടോ. ലൈനിങ് ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ആ ലൈനിങ് ഉണ്ട്. 799 രൂപയുള്ളൂ കേട്ടോ. ഒരു കട്ട് ബീഡിൻ്റെ വർക്കും ബീഡ്സും കൂടെ കൂടി. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഇതൊക്കെ അത്യാവശ്യം ഒരു ഫങ്ഷനും നല്ല ബ്ലാക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ കേട്ടോ. നല്ല മെറ്റീരിയലും കേട്ടോ. നല്ല സോഫ്റ്റ് ഒരു സിൽക്കിൻ്റെ മെറ്റീരിയൽ. ഇനി പാൻറ്റുകളാട്ടോ. ഇത് ഇങ്ങനത്തെ പാൻറ്റ് കുറേ ലേസ് വർക്കുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം 3XL 5XL ആട്ടോ ഈ തവണ മെയിൻ എടുത്തിട്ട് വെക്കണത്. നല്ലൊരു ആഷ് 550 ആട്ടോ. നല്ല ഇത് 3ഓ 5ഓ ഏതെങ്കിലും ആയിരിക്കുമേ. നല്ല വലിപ്പമുള്ള 3 മുതൽ 5. ഇച്ചിരി ലൂസ് പാൻറ്റൊക്കെ എടുത്തു. ടൈറ്റായിട്ട് മുറുകി പാൻറ്റ് കീർത്തു വലിച്ച് കയറ്റി. എന്നിട്ട് ഏതെങ്കിലും ബസ്സിലൊക്കെ കയറുമ്പോൾ പാൻറ്റ് കീറിപ്പോയിട്ട് പിന്നെ പണ്ട് കാര്യമില്ല. ഇത് കീറിപ്പോയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പുതിയ പീസ് എടുത്ത് ഞങ്ങൾക്ക് കടക്കാർ ഇത് കീറി നോക്കാൻ പറയും. ഇത് ജന്മത്ത് കീറൂല. പിന്നെ ഇപ്പോൾ നമ്മൾ കീറിയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അടിപൊളിയാണ്. 3XL 5XL ഉണ്ട്. ലൈറ്റ് ആഷ്. ഇത്രയും കളേഴ്സ് കിട്ടാറില്ല. അപ്പോൾ കിട്ടിയ വഴി എടുത്തതാണ്. ഇച്ചിരി ലേസ് വർക്കൊക്കെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഈ കുർത്ത ഷോള് മിക്കവരും ഇറങ്ങില്ലല്ലോ. കുർത്ത ഇട്ടിട്ട് തോട്ടത്തിന് ഒക്കെ ഇച്ചിരി ലേസ് വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. XL മുതൽ 5XL വരെ. ഇതൊക്കെ ബേജ് അല്ല, ഗോൾഡൻ്റെ ലൈറ്റ്. ഇതല്ലോ വൈറ്റും ബ്ലാക്കും XL 3XL 5XL ഉണ്ട്. റൂം അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? റൂം 5XL മാത്രമേ അതിന് പോലും. ഇത് XL 3XL 5XL ഉണ്ട്. ബ്ലാക്കും വൈറ്റും. അതിന് അവരെടുത്ത് വയ്ക്കാൻ മറന്നു വെക്കണം. ഇത് 5XL മാത്രം. എനിക്ക് ഇച്ചിരി ലൂസ് പാൻറ്റൊക്കെ ആയിരുന്നു ഇഷ്ടം. സമാധാനം. അപ്പോൾ കാശ്മീർ പോയ കാര്യം പറയട്ടെ. ഭയങ്കര രസമാട്ടോ. കടുക് തോഴം മഞ്ഞ പാടം. നിങ്ങൾ പോവുക ഏപ്രിൽ അവസാനം. എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞ പൂക്കൾ ടൂറിസ്റ്റൊക്കെ ഇതാ. എൻ്റെ നമ്മൾ ഗുൽമർഗ് ആ കേബിൾ കാറിൽ കയറി ഐസ് കട്ട മാത്രം കാണാൻ പോവാം. അവിടെ നിന്ന് ഐസ് കട്ട എടുത്ത് കണ്ടാൽ പോരായിരുന്നോ? അതേക്കടെ ഞാൻ ഓടിപ്പാച്ച ഞാനത്. എനിക്കിപ്പോൾ എൻ്റെ വിചാരം 33 വയസ്സുള്ളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞ് പക്ഷെ അന്നേരം തെന്നി വീണു. ഇങ്ങനെ പോയി. യേശുപ്പൻ എൻ്റെ അപ്പ നീതിയുള്ള വലങ്കയിൽ ഇങ്ങനെ പിടിച്ച് ഈ കൈ മാത്രം മുട്ടി. ഈ കൈ ഒന്ന് കാണാറുണ്ട്. ഇവിടുന്ന് മുതൽ നീലച്ചതേ ഇപ്പോഴിത്രയേ ഉള്ളൂ. ഇവിടെ ഫുള്ളിങ്ങനെ പാടാം. അത് കൈ അനങ്ങൂലാണ്. ഞാനിങ്ങനെ ഫുൾ കൈ ടോപ്പല്ലേ ഇട്ടേക്കണത്. കോട്ടും സൂട്ടും ഒക്കെ ഉണ്ടല്ലോ തണുപ്പടിക്കാണ്ട്. ഐസിൻ്റെ മൊത്തം മഴയും പെയ്യുമായിരുന്നു. അപ്പോൾ ഐസ് തെന്നിയതാണ്. അപ്പോൾ അയ്യോ എനിക്ക് വയ്യ സ്കേറ്റിങ്ങിന് കയറിയതാണ്. വല്ല കാര്യമുണ്ടോ? അത് ചിരിക്കാൻ പറ്റില്ല. ആരും എന്നോട് പറയണമെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഉരുണ്ട് വീണു. അപ്പം നമ്മൾ സാഹസം ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് യേശുബ്രാനെ എൻ്റെ കൂടെ ടൂറ് പോകാൻ എന്നെ കൊണ്ടുപോകാം, എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചില്ല. ദൂതന്മാർ എനിക്ക് ഇടവും മലവും വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വച്ചില്ല. ഞാൻ വീണു. നിനക്ക് നീതി കിട്ടേണ്ടതിന് വാദിച്ചോളാൻ പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ യേശുബ്രാനോടുമായിട്ട് ഗുസ്തി പിടിക്കുക. വല്ല കാര്യമുണ്ട്? അവിടെ നിന്ന് എല്ലാം കണ്ടാൽ പോലെ ആരോഗ്യവും പ്രായമൊക്കെ നോക്കി. എന്നിട്ട് യേശുബ്രാൻ്റെ കൃപയാൽ ഒന്നും പറയണ്ട. അതുവരെ ചുടുകളെ ഞാൻ കൈ ഒടിഞ്ഞ് തൂങ്ങിപ്പോയെന്ന് എൻ്റെ ചിന്താട്ടോ. ഞാൻ ഇച്ചിരി വേദന വന്ന് ഞാൻ അയ്യോ എന്ന് പറയട്ടെ തൊലി വിളിക്കില്ല. അപ്പോൾ ആ പ്രാർത്ഥിച്ചപ്പം മുതൽ എൻ്റെ വേദന മാറിയിട്ട് ഫുള്ള് ഒട്ടും പിന്നെ ഇതുവരെ വേദനിച്ചിട്ടില്ല യേശുവിൻ്റെ കൃപയാൽ. റൂമിൽ വന്നിട്ട് ഞാനിങ്ങനെ കൈ പൊങ്ങൂല ഇങ്ങനെ കിടക്കുക. കൈ ഇങ്ങനെ പൊക്കി
ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് യേശുവെ സ്തോത്ര സ്തുതി സ്തോത്ര 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 സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. എൻ്റെ കൈ പെട്ടെന്ന് കറക്റ്റായിട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തെ ആശ്രയിക്കുക. സാഹസത്തിന് ഞാൻ മുതിർന്നിട്ട് എന്നിട്ടും കുറ്റ യേശുബ്രാനാട്ടോ. എനിക്ക് ചുറ്റും ദൂതന്മാരെ വെച്ചില്ല, എൻ്റെ കാല് കല്ലേ തട്ടാണ്ട് നോക്കണ്ടായിരുന്നോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കുസ്തി പിടിക്കാൻ പോവുക. അപ്പം നമ്മൾ കുസ്തി കാണുന്ന കുഴിയിലൊക്കെ പോയി ചാടും. കുഴി പോലെ പോലെ എന്ന് യേശുബ്രാൻ പറയും, കേൾക്കൂല കേട്ടോ. യേശുവിൻ്റെ വാക്കൊന്നും കേൾക്കില്ല. കുഴി കാണുന്ന വഴി അങ്ങോട്ട് മായക്കാഴ്ചയുടെ പുറകെ പോകും. അപ്പം ദൈവത്തിനെ ആശ്രയിച്ച് അനുസരിച്ച് ജീവിക്കുക. ഞാനിങ്ങനെ വീണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാശ്മീർ പോകാതിരിക്കരുത്. കാശ്മീർ പോയില്ലെങ്കിൽ ഭയങ്കര ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹര, ഇന്ത്യയിലെ ഏറ്റവും മനോഹര ഒരു സൗന്ദര്യമാട്ടോ. നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ടൂറ് പോവുക. ടൂർ പോകാനുള്ള ഡ്രസ്സൊക്കെ കുർത്തകളൊക്കെ എടുത്തോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.